Hi friends, welcome back to my channel. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് 10th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ലെസനായ അഡ്വഞ്ചർ ഇൻ എ ബാനിയൻ ട്രീയുടെ ഷോർട്ട് സമ്മറിയുമായിട്ടാണ് നമുക്ക് നോക്കാം. The author was living in his grandparents' house in Dehradun. ഓഥർ അഥവാ എഴുത്തുകാരൻ ഡെറാഡൂണിലെ തൻ്റെ ഗ്രാൻഡ് പാരൻസിനൊപ്പം താമസിക്കുകയായിരുന്നു. There was a huge banyan tree in the yard. അപ്പോൾ അവരുടെ മുറ്റത്ത് ഒരു ഹ്യൂജ് ബാനിയൻ ട്രീ ഉണ്ടായിരുന്നു. ബാനിയൻ ട്രീ എന്ന് വെച്ചാൽ നമുക്കറിയാം ആൽമരം. The tree was home to squirrels, snails and butterflies. അപ്പോൾ ട്രീ ഒരു ഹോം തന്നെയായിരുന്നു സ്ക്വിരൽസിന്, സ്നെയിൽസിന്, ബട്ടർഫ്ലൈസ്. സ്നെയിൽസ് എന്ന് വെച്ചാൽ ഒച്ച്. The author also made a platform on it for hiding and reading. അപ്പോൾ ഇരിക്കാനും പിന്നെ വായിക്കാനൊക്കെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ട് ഓഥർ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിരുന്നു. ഹിസ് ഫ്രണ്ട് വാസ് എ സ്മോൾ സ്ക്വിരൽ. അങ്ങനെ അതിൽ ഒരു സ്മോൾ സ്ക്വിരൽ ഓഥറിൻ്റെ ഫ്രണ്ട് ആവുകയും ഹി ഓഫേർഡ് ഇറ്റ് പീസസ് ഓഫ് കേക്ക് ആൻഡ് ബിസ്ക്കറ്റ്. ഓഥർ അതിന് പലപ്പോഴും കേക്കും ബിസ്ക്കറ്റ് പീസസൊക്കെ കൊടുക്കുമായിരുന്നു. ഇറ്റ് ഗ്രൂ ബോൾഡ് ആൻഡ് ബിഗാൻ ടു ടേക്ക് ഔട്ട് ഫുഡ് ഐറ്റംസ് ഈവൻ ഫ്രം ഹിസ് പോക്കറ്റ്. അതങ്ങനെ വളർന്ന് വലുതായിട്ട് ഓഥറിൻ്റെ പോക്കറ്റിൽ നിന്ന് പോലും ഫുഡൊക്കെ എടുക്കാനായി. ഡ്യൂറിങ് ദ ഫിക്സ് സീസൺ ദർ വാസ് എ വെരി നോയ്സി പ്ലേസ് മെയ്ഡ് ബൈ പാരറ്റ്സ്, മൈന, നൈറ്റിംഗേൽസ് ആൻഡ് ക്രോസ്. അപ്പോൾ ഈ ആൽമരം കായ്ക്കുന്ന സമയത്ത് അവിടെ ഭയങ്കര നോയ്സസ്റ്റ്, നല്ല ശബ്ദമുള്ള പ്ലേസായി മാറി. കാരണം അവിടെ പാരറ്റ്സും മൈനയും നൈറ്റിംഗേൽസ് എന്ന് വെച്ചാൽ ഒരു തരം രാപ്പാടി എന്ന് പറയാം, ക്രോസൊക്കെ വരാൻ തുടങ്ങി. ഫ്രം ഹിസ് ബാനിയൻ ട്രീ പ്ലാറ്റ്ഫോം ദ ഓഥർ യൂസ് ടു ലുക്ക് ഡൗൺ അറ്റ് ദ വേൾഡ് ബിലോ. അങ്ങനെ ഓഥറും തൻ്റെ പ്ലാറ്റ്ഫോമിലിരുന്ന് അതിൻ്റെ താഴെയുള്ള ലോകം നിരീക്ഷിക്കുമായിരുന്നു. വൺ ഡേ ഹി സോ എ ബിഗ് കോബ്ര കമ്മിങ് ഔട്ട് ഇൻ സെർച്ച് ഓഫ് പ്രേ. ഒരു ദിവസം അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വലിയൊരു കോബ്ര എന്ന് പറയുമ്പോൾ നല്ല വിഷമുള്ള പാമ്പ്, സർപ്പം എന്ന് പറയാം, അങ്ങനെ ഇര തേടി വരുന്നത് കണ്ടു. പ്രേ എന്ന് വെച്ചാൽ ഇര തേടി വരുന്നത് കണ്ടു. ജസ്റ്റ് ദെൻ എ മംഗൂസ് ഓൾസോ കെയിം ഔട്ട് ഫ്രം ദ ബഷസ്. അതിൻ്റെ പുറകെ തന്നെ മംഗൂസ് എന്ന് വെച്ചാൽ എന്താ, കീരിയും കുറ്റിച്ചെടികൾ. ബഷസ് എന്ന് വെച്ചാൽ കുറ്റിച്ചെടികളുടെ ഉള്ളിൽ നിന്നും വരുന്നുണ്ടായിരുന്നു. ദ ടു കെയിം ഫേസ് ടു ഫേസ് അണ്ടർ ദ ട്രീ. ബോത്ത് വെയർ ഗ്രേറ്റ് ഫൈറ്റേഴ്സ്, സ്വിഫ്റ്റ് ആൻഡ് ക്ലെവർ. നമുക്കറിയാം കീരിയും പാമ്പ് ശത്രുക്കളാണ്. അവർ ഫൈറ്റിനൊക്കെ റെഡിയായി. രണ്ടുപേരും നല്ല ഫൈറ്റേഴ്സും ഭയങ്കര വേഗതയുള്ളവരും സമർത്ഥരുമായിരുന്നു. ദ കോബ്ര റേസ്ഡ് ഇറ്റ്സ് ബോഡി 3 feet ഓഫ് ദ ഗ്രൗണ്ട്. പിന്നെ പറയുന്നത് ഫൈറ്റ് സീൻസാണ്. കോബ്ര നിലത്തു നിന്ന് 3 അടി ശരീരം പൊക്കി നിൽക്കുകയാണ്. ദ മംഗൂസ് കെപ്റ്റ് ഇറ്റ്സ് ഐസ് ഫിക്സഡ് ബിലോ ദ കോബ്രാസ് ഹുഡ്. നമുക്കറിയാം കോബ്രാസ് ഹുഡ് എന്ന് വെച്ചാൽ പാമ്പിൻ്റെ പത്തി. അപ്പോൾ മംഗൂസ് ഹുഡ് എന്ന് വെച്ചാൽ കോബ്രാസ് ഹുഡ് എന്ന് വെച്ചാൽ പത്തി. അപ്പോൾ കീരി അതിൻ്റെ കോബ്രാസ് ഹുഡിൽ ഇങ്ങനെ ലക്ഷ്യം വെച്ച് നിൽക്കുകയാണ്. ദ ഫൈറ്റ് ബിറ്റ്വീൻ ദ ചാമ്പ്യൻസ് ബിഗാൻ. അങ്ങനെ ഫൈറ്റ് തുടങ്ങി. ദർ ആർ 3 ഓൺലുക്കേഴ്സ്. ഓൺലുക്കേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്, ബുക്കിൽ സ്പെക്ടക്കിൾസ് എന്നാണ് അതിൻ്റെ അർത്ഥം, കാഴ്ചക്കാർ എന്നുള്ളതാണ്. 3 പേരുണ്ടായിരുന്നു. ആരൊക്കെയാണത്? ദ ഓഥർ, എ മൈന ആൻഡ് എ വൈൽഡ് ക്രോ. ഓഥറും മൈനയും ഒരു കാക്കയുമായിരുന്നു അത്. ദ മംഗൂസ് മൂവ്ഡ് സ്വിഫ്റ്റർ ദാൻ ദ സ്നേക്ക്. മംഗൂസിന് സ്നേക്കിനേക്കാളും നല്ല വേഗത ഉണ്ടായിരുന്നു. ഇറ്റ് ബീറ്റ് ദ സ്നേക്ക് ഓൺ ദ ബാക്ക്. അത് പാമ്പിൻ്റെ ബാക്കിൽ ഇടിച്ചു. ദ 2 birds ഫ്ലൂ ഡൗൺ ടു ഫീഡ് ഓൺ ദ ഡെഡ് കോബ്ര ബട്ട് ദേ ഹിറ്റ് അഗെയിൻസ്റ്റ് ഈച്ച് അതർ. അവർ ഇങ്ങനെ പാമ്പിനെ നേർക്ക് ഇങ്ങനെ 2 പക്ഷികളും കൂടി ഇങ്ങനെ വന്നപ്പോൾ രണ്ടും കൂടി ഇടിച്ച് വീണ്ടും പുറകോട്ട് പോയി. ബട്ട് ദേ മെയ്ഡ് എ സെക്കൻഡ് അറ്റംപ്റ്റ് ബട്ട് ഇൻ വെയിൻ. വീണ്ടും അവർ അതിൻ്റെ നേർക്ക് വന്നപ്പോൾ വീണ്ടും അത് പാഴായിപ്പോയി. വെയിൻ എന്ന് വെച്ചാൽ പാഴായി. ഇൻ ദ തേർഡ് അറ്റംപ്റ്റ് ദ ക്രോ വാസ് ബിറ്റൺ ബൈ ദ സ്നേക്ക് ആൻഡ് ഇറ്റ് ഫെൽ ഡെഡ്. മൂന്നാമതും 2 പക്ഷികളും പാമ്പിൻ്റെ നേർക്ക് പോയപ്പോൾ പാമ്പിൽ നിന്നും മറ്റേ ക്രോയ്ക്ക് കടി കിട്ടുകയും അത് മരിക്കുകയും ചെയ്തു. മൈന കെപ്റ്റ് സിറ്റിംഗ് ഓൺ ദ കാക്ടസ് പ്ലാന്റ്. മൈന കാക്ടസ് പ്ലാന്റിൽ തന്നെ വീണ്ടും പോയി ഇരുന്നു. കാക്ടസ് എന്ന് പറയുമ്പോൾ കള്ളിമുൾ ചെടി. ദ ഫൈറ്റ് വെൻറ്റ് ഓൺ ഫോർ ക്വൈറ്റ് സം ടൈം. അങ്ങനെ ഈ ഫൈറ്റ് കുറേ നേരത്തേക്ക് നീണ്ടു നിന്നു. ദ കോബ്ര ഗ്രൂ ടയേർഡ് ആൻഡ് വീക്ക്. കോബ്ര ഭയങ്കര ക്ഷീണിച്ചു, വീക്കായി. ദ മംഗൂസ് കോട്ട് ദ കോബ്ര ബൈറ്റ്സ് മൗത്ത്. മംഗൂസ് കോബ്രയെ കടിച്ചു പിടിച്ച്
പോയി. ദ സ്റ്റോറി വാസ് എൻഡിങ് വിത്ത് എ സ്ട്രേഞ്ച് ഈവൻറ്റ്. ഒരു സ്റ്റോറി അവസാനിക്കുന്ന ഒരു സ്ട്രേഞ്ച് ഈവൻറ്റിലാണ്. ദ ബോയ് ഡിസ്കവർ 3 വൈറ്റ് ബേബി സ്ക്വിരൽസ് ഇൻ എ നെസ്റ്റ്. ഒരു ഇൻ ദ ബാനിയൻ ട്രീയിലെ ഒരു നെസ്റ്റിൽ 3 വൈറ്റ് സ്ക്വിരൽസിനെ ബോയ് കാണുകയാണ്. അപ്പോൾ ദ ഗ്രാൻഡ് ഫാദർ ടോൾ ദ ബോയ് ദാറ്റ് ദ വൈറ്റ് റാറ്റ് മസ്റ്റ് ബി ദ ഫാദർ. അപ്പോൾ ഗ്രാൻഡ് ഫാദർ ഒരു കൺക്ലൂഷനിലെത്തുകയാണ് ദാറ്റ് വൈറ്റ് റാറ്റ് ആയിരിക്കാം ഈ സ്ക്വിരൽസിൻ്റെ ഫാദർ എന്നുള്ളതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.